അങ്ങനെ നമ്മുടെ ആക്ടർ ജയറാം വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ദിവസമായിട്ട് ജയറാമിന്റെ കണ്ടകശിനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2020 സിനിമയുടെ ഷൂട്ടിന്റെ ക്ലൈമാക്സിന് പോകാഞ്ഞതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും 2 തരം കഥകൾ ഇറക്കിയതോടെയാണ് റീസെന്റ് ജയറാം എയറിലായിരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഏറി പോയത് എന്തിനാണെന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിനെ ഒന്ന് അവസാനമായി കാണാൻ നടൻ ജയറാം വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. പ്രശ്നമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 5-6 മാസങ്ങൾക്ക് മുമ്പ് നടൻ ശ്രീനിവാസൻ മരിച്ച സമയത്ത് ജയറാം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് അത് വലിയ വിവാദമായിരുന്നു. മറ്റ് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരായിരുന്നു ജയറാമും ശ്രീനിവാസനും. എന്നിട്ട് പോലും ശ്രീനിവാസൻ അവസാനമായി ഒന്ന് കാണാൻ വരാഞ്ഞത് മോശമായെന്നും പറഞ്ഞുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം ജയറാമിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൈബർ അറ്റാക്കാണ് അന്ന് ജയറാമിന് കിട്ടിയിരുന്നത്. സോ അന്ന് ശ്രീനിവാസന് മൃതദേഹം കാണാൻ വരാതിരുന്ന ജയറാം ഇന്ന് സലീം കുമാറിന് മൃതശരീരം കാണാൻ വന്നെന്നും പറഞ്ഞുകൊണ്ടാണ് പലരും പ്രശ്നം ഉണ്ടാക്കുന്നത്. ജയറാം സലീം കുമാറിന് അവസാനമായി കാണാൻ വരുന്നതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാനത് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഇനി ഈ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജയറാം വിരുമ്പിയാലും ഇല്ലെങ്കിലും കോടിക്കണക്കിന് ആരാധകർ കരയുന്നുണ്ട്. ഇപ്രാവശ്യം നാട്ടുകാരെ കാണിക്കാൻ വന്നു, അല്ലെങ്കിലും നേരമില്ല. അഭിനയ വിനയൻ. ശ്രീനിവാസിനെ തിരിഞ്ഞു നോക്കാത്ത ജയറാം. ശ്രീനിസാർ മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാത്ത കക്ഷി. ജയറാമിന്റെ കുനിയൽ കണ്ട് ആ ഇരിക്കുന്ന ആള് കൺഫ്യൂഷൻ ആയിപ്പോയി. വേഷങ്ങൾ ജന്മങ്ങൾ. ജയറാം ആരാ മോൻ? ഇപ്പോൾ കുനിഞ്ഞാൽ മുഖം തറയിൽ മുട്ടില്ലേ? ഇവൻ ഇനി ഇതിന്റെ പേരിൽ എന്തെല്ലാം കഥകൾ ഇറക്കുമെന്ന് ദൈവത്തിനറിയാം. വിനയകുമാരൻ. അഭിനയ വിനയൻ. തിരക്കിനിടയിൽ വിതുമ്പി അഭിനയിച്ച് തിരിച്ചുപോയി. വിനയമാണ് ഇവന്റെ മെയിൻ അഭിനയം. അണ്ടി ജയറാം. കണ്ടില്ലേ, ഇതിപ്പോ വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമാണെന്നുള്ള അവസ്ഥയായില്ലേ. എന്റെ അഭിപ്രായത്തിൽ അന്ന് ശ്രീനിവാസനെ കാണാൻ വരാതിരുന്നത് മോശം തന്നെയാണ്. ഷൂട്ടിങ്ങിന് തിരക്ക് കൊണ്ടാണ് കാണാൻ വരാതിരുന്നത് എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ആ ഒരു കാര്യം വെച്ച് ഇന്നിപ്പോ സലീം കുമാറിനെ കാണാൻ വന്നതിനെ വിമർശിക്കുന്നതിന്റെ ലോജിക്ക് എനിക്ക് എത്ര ആലോചനകളോ മനസ്സിലാവുന്നില്ല. ശ്രീനിവാസനെ കാണാൻ വരാതിരുന്നതിന് ഓൾറെഡി നല്ല തെറി കേട്ടതാണ് ജയറാം. ഇനിയും അത് വെച്ച് അയാളെ തെറി പറഞ്ഞതിന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സലീം കുമാറിനെ കാണാൻ വന്നത് നല്ല കാര്യമില്ലേ. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതിപ്പോ ജയറാമൻ സലീം കുമാറിനെ കാണാൻ വന്നില്ലെങ്കിലുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴും അയാൾക്ക് തെറി കേൾക്കേണ്ടി വന്നേനെ. ചിലപ്പോ അന്ന് ശ്രീനിവാസനെ കാണാൻ പോകാത്തതിന് തെറി കേട്ടതുപോലെ ഇത്തവണ കേൾക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാവണം അയാൾ സലീം കുമാറിനെ കാണാൻ വന്നത്. പക്ഷെ എന്നിട്ടും തെറിവിളിക്കൊരു കുറവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ച് കാലമായിട്ട് ജയറാമിന് നല്ല കണ്ടകശിനിയാണ്. പക്ഷെ ഇപ്പൊ ഇയാൾക്ക് ഇത്ര അധികം ഹൈറ്റ് കിട്ടാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ 2020 സിനിമയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓൾറെഡി ആ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇയാളെ വെറുത്തു പോയതാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആയപ്പോ ആൾക്കാർ ഒരു കാരണം കിട്ടാൻ കാത്തിക്കാണല്ലോ, നല്ലോണം കൊടുത്തു. ഇനി 2020യുമായി ബന്ധപ്പെട്ട് നടന്ന ഇഷ്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് വിശദീകരിച്ചു തരാം. അതായത് തമിഴിൽ ഇയാൾ അഭിനയിച്ച ഏതൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, ഉർവശിയൊക്കെയുള്ള ഒരു സിനിമയാണ്. ശ്രീനിവാസനൊക്കെ മരിച്ച സമയത്ത് ജയറാം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ജയറാം 2020 സിനിമയുടെ ക്ലൈമാക്സിൽ അഭിനയിക്കാൻ നിൽക്കാതെ ചെന്നൈയിലേക്ക് ദീപാവലി ആഘോഷിക്കാൻ പോയൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഇവിടെ പ്ലേ ചെയ്യാം. ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வருது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா. யோசிச்சேன் சார், எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். ഓക്കെ, 2020 സിനിമയുടെ ക്ലൈമാക്സിനെക്കാളും തനിക്ക് വരുത് ദീപാവലി ആഘോഷമായിരുന്നെന്നാണ് ജയറാം അണ്ണൻ പറഞ്ഞു വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ സമയത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരുന്നു 2020. മമ്മൂട്ടി മോഹൻലാലും അടക്കം ഒട്ടുമിക്ക മുൻനിര നടന്മാരും ഒരുമിച്ച് അഭിനയിച്ച സിനിമ. അതിന്റെ ക്ലൈമാക്സിൽ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും ജയറാമും ഒരുമിച്ച് നടന്നു വരുന്ന ഒരു സീനുണ്ട്. മാസ് സീനാണ്. പക്ഷെ ജയറാം അണ്ണൻ അത് അഭിനയിക്കാൻ നിൽക്കാതെ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയി. വേറെ ഏതെങ്കിലും നടന്മാർ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും സാരില്ല, പോട്ടെ, ജയറാമിന് ഇഷ്ടമില്ല എന്ന് വെക്കാം. പക്ഷെ
അതല്ല പ്രശ്നം. തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ദീപാവലി. സോ അവിടുത്തെ ഇന്റർവ്യൂവിൽ 2020 ക്ലൈമാക്സിൽ അഭിനയിക്കാതെ ദീപാവലി ആഘോഷിക്കാൻ പോയി എന്നും പറഞ്ഞ് തമിഴന്മാരെ സൂചിപ്പിച്ച അതേ ആള് തന്നെ കേരളത്തിൽ വെച്ച് നടന്നൊരു ഇന്റർവ്യൂവിൽ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞ് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണം. ബാ കേട്ടോക്കാം. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷ് സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയും ഇങ്ങനെ സാറ് എടുക്കണം, വൈകുന്നേരത്തുള്ള എടുക്കാന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ ഇത് എടുക്കാൻ പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം വെച്ച് തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി അന്ന്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? തമിഴ്നാട്ടിലെ ദീപാവലി, കേരളത്തിൽ എത്തിയപ്പോ ശബരിമല. ഇയാൾ എജ്ജാതി കള്ളനാണെന്ന് നോക്കിക്ക്. ഇത് അറിയാതെ പറഞ്ഞൊന്നല്ല, ഇന്റൻഷനലി പറഞ്ഞത് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രേക്ഷകരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്. കേരളക്കാർക്ക് ശബരിമലയും തമിഴന്മാർക്ക് ദീപാവലിയും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. എന്നാൽ ഇത്തവണ ജയറാമേട്ടന് കൊലത്തൂക്കാണ് കിട്ടിയത്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ വന്നിരുന്ന പച്ചക്കള്ളം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ, തൂക്കുമെന്നുള്ളത് ഉറപ്പല്ലേ. ഇയാളുടെ ക്രെഡിബിലിറ്റി തന്നെ ഇതോടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിലും ഓവർ വിനയം കാണിച്ച് ഇടയ്ക്കിടെ ഏറി കയറുന്ന ആളാണ് ജയറാം. പൊതുവേദികളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ഒരുമാതിരി ഓച്ചാനിച്ച് നിൽക്കുന്ന പോലെയാണ് ഇയാൾ നിൽക്കാറുള്ളത്. ഒരു ലോഡ് വിനയും നിഷ്കളങ്കതയും ഒക്കെ വിഴിഞ്ഞ ഒരൊറ്റ നിൽപ്പാണ്. ഇയാൾ ഭൂലോക കള്ളനാണ്. ഇതെല്ലാം വെറും അഭിനയമാണെന്ന് ഇയാളുടെ അമിത വിനയം കണ്ട പലരും പണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ഏകദേശം ശരിയാണെന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. അത് മാത്രമല്ല 2020 ഏറ്റവും പ്രധാന ഭാഗമായിട്ടുള്ള ക്ലൈമാക്സ് ഷൂട്ടിന് നിൽക്കാതെ എനിക്ക് അതിനേക്കാളും പ്രധാനം ദീപാവലിയാണ്, ശബരിമലയാണെന്നൊക്കെ പറഞ്ഞ് പോയ അതേ ജയറാമണ്ണൻ. അതായത് സിനിമയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് മാത്രമേ താൻ കൊടുക്കാറുള്ളൂ, എനിക്ക് അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ ജയറാം. പക്ഷേ ശ്രീനിവാസന് മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കാത്തതിന്റെ കാരണമായി പറഞ്ഞത് ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലായി പോയി, ഞാൻ പോന്നാൽ പ്രൊഡ്യൂസർക്ക് നഷ്ടമാകും, അതുകൊണ്ടാണ് വരാതിരുന്നത് എന്നാണ്. അതായത് 2020 പോലുള്ള ഒരു സിനിമയുടെ ക്ലൈമാക്സിന് നിൽക്കാതെ ആൾക്ക് ഇറങ്ങി പോകാം. അപ്പൊ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റോ പ്രൊഡ്യൂസർക്ക് വരാൻ പോകുന്ന നഷ്ടമോ ഒന്നും ഒരു വിഷയമല്ല. പക്ഷേ ശ്രീനിവാസനൊന്ന് അവസാനമായി കാണാൻ പോകാൻ നേരം പെട്ടെന്ന് സിനിമ ഇയാൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി. പ്രൊഡ്യൂസറുടെ നഷ്ടം ഒരു വിഷയമായി. ഭൂലോക കള്ളനാണ് താനെന്ന് ഇയാൾ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ജയറാം ശ്രീനിവാസനെ കാണാൻ വരാതിരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ജയറാമിനെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അതൊന്നും വലിയ കാര്യമാക്കേണ്ട എന്ന നിലപാടായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ ഇയാളുടെ ഓരോ ഉടായ്പകൾ കാണുന്ന സമയത്ത് തിരുത്തി പറയേണ്ടി വരികയാണ്. ഈ അഭിനയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ജയറാമിന് ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരാളാണ് സംവിധായകൻ രാജസേനൻ. അദ്ദേഹം ജയറാമിനെ കുറിച്ച് പറഞ്ഞ കേട്ട ശേഷം നമുക്ക് നിർത്താം. ആരെങ്കിലും ഇടയ്ക്ക് നിന്ന് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ പിണങ്ങിയ കാരണം അറിയണം, വഴക്ക് കൂടിയിരിക്കണം. ഇത് വഴക്കില്ലാതെ തനിയെ ഇങ്ങനെ അകന്നു പോകില്ലേ? ചില സിനിമകളിലൊക്കെ ചില ഷോട്ട് കാണുമല്ലോ, ചില കഥാപാത്രം ഇങ്ങനെ നടന്നു പോകുന്ന പോലെ. എന്നിൽ നിന്ന് നടന്നു പോയൊരു വ്യക്തിയാണ് ജയറാം എന്ന് എനിക്ക് തോന്നാറ്. നമ്മൾ വെറുതെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടോ മോഹിച്ചുകൊണ്ടോ അല്ലല്ലോ വിളിക്കുന്നത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ജയറാമിനെ ഞാൻ വിളിക്കുന്നത്, ജയറാമിൻ്റെ ഡേറ്റിന് വിളിക്കുന്നത് പോലെ പുള്ളി പ്രതികരിക്കുമായിരുന്നു. ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഞാൻ തിരിച്ച് വിളിക്കാം കേട്ടോ, ഞാൻ ഷോട്ടിലാണ് എന്ന് പറഞ്ഞ് വയ്ക്കും. അതെനിക്ക് അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്? അതായത് നേരത്തെ ഞങ്ങൾ വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാനും വൈഫും മോളും കൂടി ഇരിക്കുമ്പോഴോ ജയറാമിൻ്റെ കോൾ വന്നാൽ എൻ്റെ മോള് പറയും, ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് നീങ്ങുമ്പോൾ എൻ്റെ മോൾ അവിടെ നിന്നുകൊണ്ട് പറയും, ഇനി 1 മണിക്കൂർ പോയി. 1 മണിക്കൂറാണ് കോള്. അതിനകത്ത് നസീർ സാറ് വരും, സബ്ജക്റ്റിൽ യേശുദാസ് വരും. ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് ഇത്രയും സിനിമകൾ ഹിറ്റായത്. അതേ ആൾ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ 1 മിനിറ്റ് തികയുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ, ഞാൻ ഷോട്ടിലാണ്, ഞാൻ തിരക്കിലാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഫോൺ കോൾസ് പുള്ളിക്ക് ബുദ്ധിമുട്ടാവുന്ന പോലെ തോന്നി. ഞാനിനി വീണ്ടും ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിട്ട് പുള്ളി തെറ്റിദ്ധരിക്കുന്നതായിട്ട് തോന്നി. ഇതൊക്കെ ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. കേട്ടല്ലോ, തികഞ്ഞൊരു അവസരവാദിയാണ് ജയറാം എന്നാണ് രാജസേനയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ. അത് തന്നെയാണല്ലോ 2020 ക്ലൈമാക്സ് വിഷയത്തിലും നമ്മൾ കണ്ടത്. സ്വന്തം ആവശ്യത്തിനും അവസരത്തിനും അനുസരിച്ച് കഥകൾ മാറ്റി പറയുകയാണല്ലോ ജയറാം ചെയ്തത്. എന്നാലും എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഓരോ വെറുതെ ഉടായ്പകൾ കാണിക്കാൻ നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു നടൻ എന്ന നിലയ്ക്ക് സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയ ആളല്ലേ, പിന്നെ എന്തിനാണ് വെറുതെ ജീവിതത്തിലും അഭിനയിച്ച് ഊക്ക് മേടിക്കാൻ നിൽക്കുന്നത്? എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.